മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ജയറാമും പാർവതിയും. ഓൺ സ്ക്രീനിലെ പ്രണയ ജോഡി ജീവിതത്തിലും കവിതാക്കളായി മാറുകയായിരുന്നു. ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ മലയാളികൾ ഒരുപാട് ചർച്ചയാക്കുകയാണ്. കാലങ്ങൾക്കിപ്പുറവും മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡിയെ തുടരുകയാണ് ജയറാമും പാർവതി. ഇരുവരുടെയും മകൻ കാളിദാസ് ഇന്ന് മുൻനിര നായകനാണ്. മകൾ മാളവികയും ആരാധകർക്ക് പരിചിത മുഖമാണ്. ഇപ്പോഴത്തെ തങ്ങളുടെ പ്രണയകാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് പാർവതി. മനോരമയുടെ വാർഷിക പതിപ്പിലൂടെയാണ് പാർവതി ആ കാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. താനും ജയറാമും പ്രണയത്തിലാണെന്ന് അറിഞ്ഞതോടെ തന്റെ അമ്മ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയതെന്നാണ് പാർവതി പറയുന്നത്. തങ്ങൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം അമ്മ ഒഴിവാക്കിയിരുന്നു എന്ന് പാർവതി പറയുന്നു. ഇതിനിടെ രസകരമായ കാർ ചേസിന്റെ കഥയും പാർവതി പങ്കുവയ്ക്കുന്നുണ്ട്. സത്യനന്ദിക്കാടിന്റെ കല്യാണ മന്ദിരത്തിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു സംഭവം. ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ജയറാമിന്റെ ഭാഗം അന്ന് ചിത്രീകരിക്കുന്നില്ലെന്ന ധാരണയിൽ അമ്മ അന്ന് വന്നില്ല. എന്നാൽ അവസരം തിരിച്ചറിഞ്ഞ് ജയറാം സെറ്റിലെത്തി. വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഞാൻ കാറിൽ കയറിയപ്പോൾ ജയറാം ഒപ്പം കൂടി. സത്യേട്ടന്റെ സംഘം അനുഗ്രഹിച്ചു വിട്ടു. കാർ ഗേറ്റ് കിടക്കുമ്പോൾ അതാ വരുന്നു അമ്മ മറ്റൊരു കാറ്. ഞാൻ ആകെ വീർത്ത് കാർ പറപ്പിച്ച് വിട്ടോളാൻ യൂണിറ്റിലെ ഡ്രൈവറോട് പറഞ്ഞു. ജയറാം പറഞ്ഞതോടെ ഞങ്ങളുടെ കാർ പറന്നു. അമ്മ പിന്നാലെ ഉഗ്രൻ ചേസ്. ഒടുവിൽ ബേക്കറി ജംഗ്ഷൻ ഇട്ട് പിടികൂടി എന്നാണ് പാർവതി പറയുന്നത്. എന്നെ കാറിൽ നിന്ന് ഇറക്കി അമ്മയുടെ കാറിൽ കയറ്റി. ചമ്മി നിൽക്കുന്ന ജയറാമിനെ രൂക്ഷമായി നോക്കി അമ്മയും കാറിൽ കയറി വീട്ടിലെത്തിയപ്പോൾ പൊടി പൂരമായിരുന്നെന്നും പാർവതി പറയുന്നുണ്ട്. തന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ പ്രത്യേക ആളുകളെ തന്നെ അമ്മ നിയോഗിച്ചിരുന്നോ എന്നതാണ് സംശയം എന്നും പാർവതി പറയുന്നുണ്ട്. തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും പാർവതി സംസാരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും സംസാരിച്ചില്ലെന്നാണ് പാർവതി പറയുന്നത്. ഗുരുവായൂരിലായിരുന്നു കല്യാണം. തലേന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അമ്മയും അച്ഛനും മിണ്ടുന്നേയില്ല. സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ഒട്ടേറെ പേർ ആഘോഷമാക്കി ആ വിവാഹം. പക്ഷെ എൻ്റെ മാതാപിതാക്കളുടെ മുഖം തെളിഞ്ഞതേയില്ല. താലി കെട്ടിയപ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലായി. ചടങ്ങിന് ശേഷം ജയറാമിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുവിടാനായി എനിക്കൊപ്പം അച്ഛനും അമ്മയും വന്നില്ല. 4-ാം നാൾ തിരികെ പെൺവീട്ടിലേക്ക് പോകുന്ന ചടങ്ങുണ്ട്. ആരും വിളിച്ചില്ല. ഞങ്ങൾ പോയതുമില്ല എന്നാണ് പാർവതി പറയുന്നത്. 8 മാസത്തോളം അമ്മയുടെ മൗനം തുടർന്നു. ഞാൻ ഗർഭിണിയായ ശേഷമാണ് അമ്മ എന്നോട് സംസാരിച്ചതെന്നും പാർവതി പറയുന്നുണ്ട്. 1986 പുറത്തിറങ്ങിയ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി സിനിമയിലെത്തുന്നത്. പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി എത്തി. 1992 ജയറാമും പാർവതി വിവാഹിതരാകുന്നത്. 1993 പുറത്തിറങ്ങിയ ഘോഷയാത്രയിലൂടെയാണ് സിനിമാഭിനയം നിർത്തുന്നത്. ജയറാം അഭിനയിച്ച ഒരു സിനിമ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമ, നല്ലൊരു കഥയുള്ളൊരു സിനിമ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് സിനിമയായിരിക്കും പറയുന്നത്? ജയറാമിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ, ജയറാമിൻ്റെ സിനിമ കമൻറ്റ് ചെയ്യണേ.